നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വാകത്താനം പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. അപ്പോൾ ഒരു കാഴ്ച നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ കൈതപ്പാലം സ്വദേശിയായ കരോട്ട് ചേട്ടൻ്റെ കൈവശം വെച്ച് കൈതപ്പാലത്തിൽ നിന്ന് ഞാലിയാഴിക്ക് പോകുന്ന വഴിക്ക് ഒരു 40,000 രൂപ വഴി നഷ്ടപ്പെട്ടു. കിട്ടിയ ആള് പണം വാകത്താനം പോലീസിൽ ഏൽപ്പിച്ചു. അപ്പോൾ നമുക്ക് അവരെല്ലാം ഇവിടെയുണ്ട്. ചേട്ടനെ എവിടെ വെച്ചാ പോകുന്നത്? പൈസ പോകുന്ന അങ്ങനെയൊന്നും അറിയത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് ഞാലിയാഴിക്ക് പോരുമായിരുന്നു? അന്നേരം ബൈക്കിൽ താഴെ പോവായിരുന്നു. നമുക്ക് എവിടെ നിന്നാ കിട്ടുന്നത്? ചേട്ടൻ്റെ പേരെന്നെ എവിടെയാ താമസിക്കുന്നത്? കിച്ചനാട്ട് കൊടുത്തോ? എവിടെ പോയിട്ട് വരുമായിരുന്നു? ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ്. എന്നാ വഴി കിടന്ന് കിട്ടുന്നത്. എന്നാ നോക്കിയോ ഇതെന്നാന്നുള്ളത് നോക്കി. അന്നേരം എടുത്ത് നോക്കിയപ്പോഴാണ് പണം എന്ന് കണ്ടത്. ബാഗ് തുറന്നു നോക്കിയപ്പോ പുതിയ ബാഗാണ്. പൈസ കണ്ട അന്നേരം ഇവിടെ കൊണ്ടേ കൊടുക്കുകയായിരുന്നു. എന്നെ അവിടെ നിന്ന് അന്നേരം തൊട്ട് വിളിയ. അന്നേരം വിളിച്ചപ്പോഴത്തേന് ഞാനും ഇത്രയും പൈസ പോലെ 40,000 രൂപ അല്ലേ? ഏതായാലും ശ്വാസം നേരെ വീണല്ലേ? യുദ്ധം കാരണം പണിയില്ലാതെ പണയം വെച്ച് അങ്ങാട്ട് ബാങ്കിൽ പിന്നെ സ്വർണം ലോൺ അടക്കാനായിട്ട് ഉണ്ടെന്നല്ലേ? എന്നെ ഞാൻ ഈ വണ്ടിയിൽ അങ്ങനെ കയറി എന്നെ. അപ്പൊ എനിക്ക് ചില പിടിച്ചുകാരൻ തന്നെ വീടിയായി. ഈ കൂടോട് തന്നെയാണ് താഴെ പോയത്? കൂടോട് തന്നെയാണ് പോയത്. ഇന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ ഒരു പൈസ ഒക്കെ തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് അവര് പൈസ ഇല്ല. അവര് വേറെ കാട്ടൊന്ന് പറയാൻ വെച്ച് ഒപ്പിച്ചതെന്ന് എന്നെ ഗ്രഹപ്പണിക്ക് എന്നെ അന്ന് അച്ഛനോട് വന്നു പറഞ്ഞ് എന്നെ വിളിച്ച് കിട്ടിയ ഞാൻ ആ ശാല കപ്പ ഉണ്ടായിരുന്നു. അത് കറച്ച് കൊടുത്തേച്ച് കഴിക്കാം. കേട്ട് കഴിയുമ്പോഴാണ് ആ ഇവൻ പൈസ കിച്ചനാട്ടോളാം. ഇവിടെ സ്റ്റേഷനിൽ കൊടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്? കൊടുത്തിട്ടാണ്. അല്ല, നേരെ നിങ്ങൾ നേരെ സ്റ്റേഷൻ ഇങ്ങോട്ട് പോകുന്നു? സ്റ്റേഷനോട് പോകുന്നോ? ഇല്ല, ഇപ്പം മണിച്ചേട്ടൻ അത് പോലീസ് സ്റ്റേഷനെ കൂടെ പറയാൻ വിളിച്ചു പോലീസ് സ്റ്റേഷനെ വിളിച്ചു. എല്ലാം പോയത് ഇത് ഒരുമിച്ചില്ല. എന്നെ ഈ പൈസ ഉള്ള അന്നേരം ബാങ്ക് നടക്കാനാണ് പോയത്. ഞങ്ങൾ മരുമാനോട് പറയാം, ഞാൻ വണ്ടി അങ്ങനെ പൈസ പുള്ളിക്കാരന് പറയാം. പുള്ളിക്കാരനുണ്ട്. ഞാൻ അബുദാബിയിലല്ല. പൈസ എടുത്തോ? ഈ പൈസ ഞാൻ പൈസ കണ്ടിട്ട് നിങ്ങൾ തന്നെ കൈമാറുക. അതെ അതെ. പൈസ ഇനി എടുത്ത് വെച്ചോ കറക്റ്റായിട്ടിന്.
പിന്നെ അതെ അതെ അപ്പോൾ വളരെ കേട്ടോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല. ശരിയാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. 40,000 രൂപ വഴിയിൽ നിന്ന് കിടന്ന് കിട്ടിയത് അത് ഉടമയെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു കാഴ്ച കാണാനും കൂടെ പറ്റി. ഞാൻ കൈതപ്പാലത്ത് വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവർ സ്റ്റേഷനിലുണ്ടെന്ന്. ഞാൻ നേരെ വാഗ്ദാനം സ്റ്റേഷനിലോട്ട് പോരുകയായിരുന്നു. ശരിയാണ്, ആയിക്കോട്ടെ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.